അവകാശം കേന്ദ്ര സർക്കാരിനും വിദ്യാഭ്യാസ മന്ത്രാലയത്തിനും ആണെന്ന് ധാരണാപത്രം കൃത്യമായി പറയുന്നുണ്ട്. കരാറിൽ വിയോജിപ്പുണ്ടെങ്കിൽ സംസ്ഥാനങ്ങൾക്ക് അറിയിക്കാം. ഡൽഹിയിൽ അധികാര പരിധിയിലുള്ള ഫോറത്തെ സമീപിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. കരാർ നിബന്ധനകളിൽ മാറ്റം വരുത്താനും ഇരു കക്ഷികളുടെയും സമ്മതം വേണമെന്നും ധാരണാപത്രത്തിൽ വ്യക്തമാക്കുന്നു. തിരുവനന്തപുരത്ത് നിന്ന് അർജുൻ രാജാണ് ചേരുന്നത്. അർജുൻ, ഏകപക്ഷീയമായി അങ്ങനെ സംസ്ഥാനത്തിന് പിന്മാറാൻ കഴിയില്ല എന്നുള്ളതാണ് ആ MOU തന്നെ വ്യക്തമാക്കുന്നതല്ലേ? ലക്ഷ്മി, തീർച്ചയായും ഈ MOU റദ്ദാക്കാനും പദ്ധതി വേണ്ടെന്ന് വ്യക്തമുള്ള അധികാരം അത് കേന്ദ്ര സർക്കാരിൽ നിക്ഷിപ്തമാണെന്ന് വ്യക്തമാക്കുന്നതാണ് ധാരണാപത്രം. അതിൽ വ്യക്തമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അതിന്റെ കരാർ റദ്ദാക്കാനും അതിനുള്ള അവകാശവും കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പിനും കേന്ദ്ര സർക്കാരിനും ആയിരിക്കും എന്നുള്ളതാണ് അതിൽ വ്യക്തമാക്കുന്നത്. പൊതുജനങ്ങളുടെ താല്പര്യാർത്ഥം 30 ദിവസത്തെ നോട്ടീസ് നൽകി നടപടികൾ സ്വീകരിക്കുക പദ്ധതി റദ്ദാക്കുകയാണെങ്കിൽ അത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയവും ഒപ്പം കേന്ദ്ര സർക്കാരും ആയിരിക്കുമെന്നുള്ളത്. അതേസമയത്ത് സംസ്ഥാനത്തിന് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അതിന്റെ ഭേദഗതികളിൽ മാറ്റം വരുത്തണമെങ്കിൽ മറ്റ് എന്തെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ അക്കാര്യം ചൂണ്ടിക്കാണിക്കാനുള്ള അവകാശം ഉണ്ടാകും. അത് പരിഹരിക്കപ്പെടുകയും രണ്ട് കക്ഷികളുടെയും വാദം അറിഞ്ഞ ശേഷമായിരിക്കും. കേന്ദ്രത്തിനാണെങ്കിലും അക്കാര്യത്തിലൊരു ഏകപക്ഷീയമായ നിലപാടെടുക്കാൻ കഴിയില്ല എന്നുകൂടിയാണ് ഇത് വ്യക്തമാക്കുന്നത്. ഇതിന്റെ പ്രശ്നപരിഹാര സ്ഥലം എന്ന് പറയുന്നത് ഡൽഹിയുടെ അധികാര പരിധിയിലുള്ള ഏതെങ്കിലും ഫോറത്തിലായിരിക്കും എന്നുള്ളത്. അതായത് നിയമപരമായി നീങ്ങുകയാണെങ്കിൽ കൂടിയും അങ്ങനെ ഒരു സാധ്യത കൂടി ഇക്കാര്യത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പദ്ധതി വേണ്ടെന്ന് വെക്കാൻ സംസ്ഥാനത്തിന് ആലോചിക്കാം. അത്തരത്തിലുള്ള നടപടികളിലേക്ക് പോകാമെന്ന് MOU ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അക്കാര്യം പരിഹരിക്കുക പക്ഷേ കേന്ദ്രത്തിന്റെ കൂടി വാദം കേട്ട ശേഷമായിരിക്കും, കേന്ദ്രത്തിന്റെ നിലപാട് കൂടി അറിഞ്ഞ ശേഷമായിരിക്കും ഇക്കാര്യത്തിലൊരു അന്തിമ തീർപ്പിലേക്ക് എത്തുക. അതല്ലാതെ ഈ പദ്ധതി നേരിട്ട് പിൻവലിക്കാനുള്ള അവകാശം കേന്ദ്ര സർക്കാരിനായിരിക്കും എന്നുള്ളതാണ് ഇക്കാര്യം ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കുറച്ച് ഒരു നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയാണ് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പറയേണ്ടി വരിക. സംസ്ഥാനം അത്തരത്തിൽ നീങ്ങുകയാണെങ്കിൽ കൂടിയും അതിന് കാലതാമസമൊക്കെ എടുക്കാനുള്ള സാധ്യത ഉണ്ട്. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ SSK ഫണ്ട് ഉൾപ്പെടെ വാങ്ങുക എന്നതായിരുന്നു ഈ പദ്ധതിയിൽ ഒപ്പുവെക്കുന്നതിന്റെ ലക്ഷ്യം. അതിനപ്പുറത്തേക്ക് ഒരു സ്റ്റെപ്പ് വെക്കാൻ സംസ്ഥാനം ആലോചിച്ചിരുന്നില്ല എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി അടക്കം പറഞ്ഞിരുന്നത്. പക്ഷേ നമ്മൾ അങ്ങനെയല്ല, ഈ പദ്ധതിയുമായി പിന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്ന് ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ കൂടിയും അക്കാര്യത്തിൽ കേന്ദ്രത്തിന്റെ കൂടി സമ്മതവും അവരുടെ നടപടികൾ കൂടി അതിൽ. ശരി അർജുൻ, PM ശ്രീ, കരാർ റദ്ദാക്കാനുള്ള അവകാശം കേന്ദ്ര സർക്കാരിനും വിദ്യാഭ്യാസ മന്ത്രാലയത്തിനും ആണ്. അതുകൊണ്ട് തന്നെ സംസ്ഥാനം ഇങ്ങനെ ഒരു കത്ത് കേന്ദ്രത്തിലേക്ക് അയച്ചാൽ തന്നെയും അതിന്റെ ഭാവി എന്തായിരിക്കും, അതിനെങ്ങനെയായിരിക്കും കേന്ദ്രം പരിഗണിക്കാൻ പോകുന്നത്, അത് എന്ത് തരത്തിലുള്ള സങ്കീർണതകളാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് നമുക്കിപ്പോൾ ധാരണയില്ല. അത് കാത്തിരുന്ന് കാണേണ്ടുന്ന കാര്യമാണ്. അർജുൻ രാജാണ് ആ MOUമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പങ്കുവച്ചത്.